എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഭാസ്കരനും കുടുംബവും ലളിതയും കുടുംബാംഗങ്ങളും കൂടി കുടുംബക്ഷേത്രത്തിൽ വന്ന് പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വിശ്രമിക്കുകയാണ്. ആ സമയത്താണ് ഒരു അമ്മൂമ്മ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നത്. സുഭാഷിനൊക്കെ ചോദിക്കും, അല്ല ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഇവിടുത്തുകാരല്ലേ എന്ന് ചോദിക്കും. അല്ല, ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയെന്ന് പറയും. തിരുവനന്തപുരത്തു നിന്നോ? ലളിതയും തിരുവനന്തപുരത്തുള്ളതാണല്ലോ എന്ന് ചോദിക്കും. അത് കേട്ടോണ്ടാണ് മണി വരുന്നത്. അമ്മായി ആയിരിക്കുന്ന ലളിത ചേച്ചിയുടെ ചേട്ടൻ ഭാസ്കരേട്ടൻ്റെ മക്കളാണ് ഇരിക്കുന്നതെന്ന് പറയും. ഭാസ്കരേട്ടനെ അറിയത്തില്ലേ? പിന്നെ അറിയാം, ഭാര്യയെ കൊന്നിട്ട് ജയിലിൽ പോയ ഭാസ്കരനില്ലേ, നല്ലോണം അറിയാം എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഭാസ്കരനങ്ങ് ദേഷ്യം വരും. ഭാസ്കരൻ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോവും. അപ്പോഴത്തേക്ക് ലളിത പറയും, അത് തന്നെ, ഭാര്യയെ കൊന്ന പാപം തീരാനായിരിക്കും അമ്പലത്തിൽ വന്ന് വഴിപാട് നടത്തി പ്രായശ്ചിത്തം ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ സുനന്ദ പറയും, എന്താ അമ്മ ഇത്, എന്താ ഉള്ള കാര്യമല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് സുനന്ദയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് പറയും, അമ്മായി നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നവും സ്വത്തിൻ്റെ പേരിൽ എന്തെങ്കിലും തർക്കമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് ചുമ്മാ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയും. എടാ, ഇതൊന്നും ഞാൻ പറയുന്ന കാര്യമല്ലല്ലോ, നിൻ്റെ അമ്മയെ കൊന്നിട്ട് അച്ഛൻ ജയിലിൽ പോയ കാര്യം ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നില്ലേ എന്നൊക്കെ പറയും. അങ്ങനെ മണി പറയും, വേണ്ട, ഇനി ഇതിനെക്കുറിച്ച് തർക്കം ഇവിടെ വെച്ച് നടത്തണ്ട, നാളെ ഒരു നല്ല ദിവസമാണ്, അപ്പം അതിന് ചില പൂജകളും വഴിപാടുകളൊക്കെ നടത്തണം, നിങ്ങളെന്തായാലും ഇപ്പോൾ തന്നെ വന്നത് നന്നായി എന്ന് പറയും. അപ്പോൾ സുഭാഷ് ചോദിക്കും, അതെന്താ ചേട്ടാ നാളെ ഒരു പ്രത്യേകത? അതോ, നാളെ ഇവിടെ കുടുംബക്ഷേത്രത്തിൽ സാധാരണ നമ്മൾ നടത്തുന്നതിന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പൂജയാണ് നടക്കുന്നത്. അതും നിങ്ങളുടെ കുടുംബാംഗങ്ങളിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ വേണം ആ പൂജകൾ ചെയ്യാനെന്ന് പറയും. സ്ത്രീകൾ നടത്തേണ്ട പൂജയോ? ഉടനെ ലളിത അങ്ങോട്ട് പറയും, അതിന് ഇവരുടെ കുടുംബത്തിൽ സ്ത്രീകൾ നടത്തുന്ന പൂജയാണ് ഇവർ ചെയ്തിട്ടുണ്ടോ, ഇനി ഏത് സ്ത്രീകൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലളിത അങ്ങ് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ മണിയെടുത്ത് കണ്ടു പറയും, അല്ല, സ്ത്രീകൾ ചെയ്യേണ്ട പൂജ എന്ന് പറയുമ്പോൾ പുരുഷന്മാർ ചെയ്യത്തക്ക എന്തെങ്കിലും പൂജയോ വഴിപാടുകളോ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ തിരുമേനി അങ്ങോട്ടും പറയും, സ്ത്രീകൾ ചെയ്യേണ്ട ഒരു പൂജ തന്നെയാണ് ഇതെന്ന് പറയും. അപ്പോൾ നമ്മുടെ നിധി പറയും, സ്ത്രീകൾ ചെയ്യണമെന്നല്ലേ നിർബന്ധം, ഞാൻ ചെയ്തോളാം, ഞാനും ഇവരുടെ കുടുംബാംഗങ്ങളാണെന്ന് പറയും. അപ്പോൾ ലളിതയ്ക്ക് അങ്ങ് ദേഷ്യം കയറി വരും. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ ലളിത ഒട്ടും പ്രതീക്ഷിച്ചില്ല നിധി അങ്ങനെ ഒരു മറുപടി പറയുമെന്ന്. എന്ത് പൂജ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി തിരുമേനി, അത് ഞാൻ ചെയ്തോളാം എന്ന് പറയും. ആ സമയത്ത് സുധീഷ് എന്നിട്ട് പറയും, താൻ എന്തായി പറയുന്നത്, എന്ത് പൂജയെ എന്താണെന്നൊന്നും അറിയാൻ വയ്യാതെ താൻ എന്തിനാ ചെയ്യാമെന്ന് കയറിയേറ്റത്, പിന്നെ അല്ലാതെ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മിണ്ടാതിരിക്കണം സുധീഷേ, എന്താണെങ്കിലും നമ്മൾ സുഭാഷ് ചേട്ടന് വിവാഹം നടക്കാനായിട്ട് എന്ത് തടസ്സം ഉണ്ടെങ്കിലും അത് നമ്മൾ ചെയ്യും, എന്നിട്ട് ഇവിടെ തിരിച്ചു പോകത്തുള്ളൂ, അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് പറയും. അതൊന്നും നമ്മുടെ ലളിതയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടത്തില്ല. ഉടനെ പറയും, എന്താണെങ്കിലും ഞാൻ ചെയ്തോളാം എന്ന് പറയും. എങ്കിൽ ശരി, നാളെ അതിനായിട്ട് തയ്യാറെടുത്ത് വന്നോളൂ എന്ന് പറയും. അപ്പോഴും എന്താണെന്നുള്ള കാര്യം പറയത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ സുനന്ദയ്ക്കും ലളിതയ്ക്കും അറിയാം എന്താണ് ചെയ്യേണ്ട പൂജകൾ എന്നുള്ളത്, അവർ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നിധിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വരുന്ന സമയത്ത് വീട്ടിൽ നമ്മുടെ നടന്ന സംഭവത്തെക്കുറിച്ചാൽ എല്ലാവരും തമ്മിൽ സംസാരിക്കുക ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചാന്ദിനി കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് ബാത്റൂമിൽ ലൈറ്റില്ല. അപ്പോൾ എന്തോ ഹിന്ദിയിൽ പറയും. അപ്പോൾ നമ്മുടെ സുനന്ദ അങ്ങോട്ട് വരും, എന്താ? അപ്പോൾ അത് ലൈറ്റില്ല, ഇരുട്ടെന്ന് പറയും ബാത്റൂമിൽ. അങ്ങനെ പോയി സ്വിച്ച് അവർ കിടക്കുന്ന റൂമിനകത്താണ്. അങ്ങനെ സുനന്ദ പോയി സ്വിച്ചൊക്കെ ഇടും. അപ്പോൾ വെട്ടമൊക്കെയാണ്. അപ്പോൾ താഴേൽ വെള്ളം ഇരുട്ടായ കാരണം വെള്ളം കിടക്കുന്ന കാണത്തില്ല. അങ്ങനെ സുഭാഷ് ചാന്ദിനിയുടെ സംസാരം കേട്ടുകൊണ്ട് സുഭാഷും അങ്ങോട്ട് വരികയാണ്. അപ്പോഴാണ് സുനന്ദ വെള്ളത്തിൽ ചവിട്ടി തെറ്റി വീഴാൻ പോകുന്നത്. അപ്പോൾ ഭാസ്കരൻ കയറി നമ്മുടെ സുഭാഷ് കയറി സുനന്ദയെ പിടിക്കുന്നുണ്ട്. ഉടനെ അത് നമ്മുടെ സുനന്ദ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് സുഭാഷ് പറയും, അത് വെള്ളം കിടന്നപ്പം ആ കുട്ടി കണ്ടില്ല, അതാ ഞാൻ വീഴുന്നതിന് മുമ്പ് ഞാൻ പിടിച്ചതെന്നൊക്കെ പറയും. അങ്ങനെ നമ്മുടെ ചാന്ദിനിയും സുഭാഷും ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ചാന്ദിനി കുളിമുറിലോട്ട് പോവുകയാണ്. അപ്പോൾ സുഭാഷിനങ്ങ് ചമ്മലാവും, കാരണം സുനന്ദ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്ത് ചാന്ദിനി വീഴാൻ പോയപ്പം ഒന്ന് രക്ഷപ്പെടുത്താൻ നോക്കിയതാണ്. അങ്ങനെ സുഭാഷ് പെട്ടെന്നങ്ങ് പോവും. ആ സമയത്ത് സുധീഷ് അങ്ങോട്ട് വരും. എന്താ ഒരു ശബ്ദം കേട്ട്, അത് ചാന്ദിനി കുളിമുറിലോട്ട് വന്നിട്ട് വീഴാൻ പോയത്, അങ്ങനെ സുഭാഷ് ചേട്ടനെ രക്ഷപ്പെടുത്തിയെന്ന് പറയും. എന്നൊക്കെ പറയും. അല്ല, ആ കുട്ടി എവിടെ ഉള്ളതാ? അവർ ബംഗാളിലുള്ളതാ. സുഭാഷ് ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അവിനാഷിൻ്റെ സഹോദരി. ആ കുട്ടിക്ക് അവിടെ എന്തൊരു കല്യാണാലോചന വന്നത്, അത് താല്പര്യമില്ല അതിനോട്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറി നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ സുഭാഷ് ചേട്ടനാണ് പറഞ്ഞു, വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കട്ടെ, അതിനുശേഷം വീട്ടിലോട്ട് തിരിച്ചുകൊണ്ട് പോകാമെന്ന്. എന്തായാലും അവർ തമ്മിൽ നല്ല ചേർച്ചയാണല്ലേ. സുഭാഷ് ചേട്ടൻ സമ്മതമാണെങ്കിൽ ചാന്ദിനി സുഭാഷ് ചേട്ടന് വേണ്ടി വിവാഹം ആലോചിച്ചാൽ നല്ലതല്ലേ എന്ന് പറയും. ഉടനെ സുധീഷ് പറയും, എനിക്കതിൻ്റെ താല്പര്യമാണ്, പക്ഷേ സുഭാഷ് ചേട്ടൻ ഏത് പെൺകുട്ടികളെ കണ്ടാലും എല്ലാവരും സഹോദരന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് സുഭാഷിനെ കളിയാക്കും. സുഭാഷ് ചേട്ടനെ ഏത് പെണ്ണാണ് ആഗ്രഹിക്കാത്ത എന്നൊക്കെ നമ്മുടെ സുനന്ദ പറയുന്നുണ്ട്. ആ സമയത്ത് ലളിത അങ്ങോട്ട് വരുന്നു. അപ്പോഴത്തേക്ക് സുനന്ദ പെട്ടെന്ന് അങ്ങ് പോവും. അപ്പോഴത്തേക്ക്
സുധീഷും അങ്ങ് റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ പിന്നെ എല്ലാവരും കിടക്കാനൊക്കെ ആയിട്ട് എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹരീഷ് വീട്ടിലില്ലെന്ന് മനസ്സിലായി നിഖിലിന്. കാരണം വീട്ടിലും ഇല്ല, വർക്ക്ഷോപ്പിലും ഇല്ല. അപ്പോൾ അവരെവിടെയോ 1-2 ദിവസത്തേക്ക് പോയിരിക്കാമെന്നുള്ള കാര്യം നിഖിലിന് മനസ്സിലായി. അപ്പം ഈ ഒരു തക്കം നോക്കി അഖിൽ നമ്മുടെ നീതുവിൻ്റെ കല്യാണം നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ അഖിലിൻ്റെ ഒരു സുഹൃത്തുമായിട്ട് വിവാഹം നടത്താമെന്ന് തന്നെ അഖിൽ തീരുമാനിക്കുന്നുണ്ട്. കാരണം ഹരീഷ് ഒരുപാട് വെല്ലുവിളിച്ചാണ്. നീതുവും പറയുന്നുണ്ട് ഞാൻ ഹരീഷിനെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കത്തില്ലെന്ന്. അങ്ങനെ വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവന് നീതുവിന് വിവാഹം കഴിക്കാൻ താല്പര്യമാണ്. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല സമയം, ഇപ്പം ഹരീഷും സ്ഥലത്തില്ലെന്ന് പറയും. അങ്ങനെ നീതുവിൻ്റെ വീട്ടുകാരും ആ വിവാഹത്തിന് സമ്മതം പറയുന്നുണ്ട്. അങ്ങനെ നീതുവിൻ്റെ അടുത്തോട്ട് പറയും നമുക്കൊന്ന് ക്ഷേത്രം വരെ പോകണമെന്ന് പറയും. എന്തിന്, ഇതെന്താ പതിവില്ലാതെ എന്നെ കൂടി ക്ഷേത്രത്തിൽ പോകണമെന്ന് തോന്നാൻ? അത് അഖിലിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണമാണ്, അപ്പം നമ്മുടെ അടുത്തും കൂടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അതെ നീ സാരി ഉടുത്താൽ മതിയെന്ന് പറയും. സാരിയോ, ഞാൻ സാധാരണ ചുരിദാറിട്ടല്ലേ എവിടെയും പോകുന്നത്, ഇന്നിപ്പോൾ സാരി ഉടുത്താൽ മതി, ഒരു കല്യാണത്തിന് പോകില്ലേ? അപ്പം നീതുവും കാര്യം ശരിയാ, ഒരു കല്യാണത്തിന് പോകില്ലേ, സാരി ഉടുത്ത് കളയാം എന്ന് പറഞ്ഞുകൊണ്ട് നീതു പോയി സാരിയൊക്കെ ഉടുത്ത് റെഡി ആവുന്നുണ്ട്. അപ്പോഴും നീതുവിന് അറിയത്തില്ല നീതുവിൻ്റെ കല്യാണത്തിനാണ് വിളിച്ചുകൊണ്ട് പോകുന്നതെന്നുള്ള കാര്യം. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അഖിൽ കൂട്ടുകാരനെയൊക്കെ നല്ലോണം ഒരുക്കുവാണ്. പറയുന്നുണ്ട് അവൾക്ക് ഇതിനെ ഇഷ്ടമോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കൂട്ടുകാരനെ നീതുവിന് വലിയ ഇഷ്ടം മുമ്പ് കണ്ടിട്ടുമുണ്ട്. അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ വരും. അപ്പം അവിടെ വിവാഹത്തിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റൊക്കെയാണ് നടക്കുന്നത്. അങ്ങനെ ഈ കൂട്ടുകാരൻ മണവാളൻ്റെ വേഷത്തിലൊക്കെ വന്നിങ്ങനെ മണ്ഡപത്തിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് നീതുവിൻ്റെ അടുത്ത് പറയും നീ വന്നേ, എന്താ നീ ഇവിടെ വന്നിരിക്കാൻ പറയാം. അതിന് ഞാനെന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, കല്യാണപ്പെണ്ണല്ലേ ഇരിക്കേണ്ടത്, നീ തന്നെ കല്യാണപ്പെണ്ണ്. ഞാനോ? അതെ, നിൻ്റെ കല്യാണമാണ് നടക്കാൻ പോകുന്നത്. നീ എന്ത് കരുതി ആ ഹരീഷിനെ മുന്നിൽ നിർത്തി ഞങ്ങളെ വെല്ലുവിളിക്കാവുന്നോ? നടക്കത്തില്ല, ഇന്ന് ഇവിടെ വെച്ച് നിൻ്റെ കല്യാണം നടക്കുമെന്ന് പറയും. നീ ആരെ വിളിക്കുമോ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറയും. അവളുടെ കഴുത്തിൽ താലി കെട്ടണമെന്ന് പറയും. അങ്ങനെ ബലാകാര്യമായിട്ട് നീതുവിനെ ഇരുത്തി താലി കെട്ടിക്കുകയാണ്. ആ സമയത്ത് നീതു ആവുന്നത്ര എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കത്തില്ല. ആ സമയത്ത് നീതു താലിയൊക്കെ പിടിച്ചെറിയുകയും പൊട്ടിക്കുകയൊക്കെ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം നീതുവിന് ഒരു ശ്രമവും നടക്കത്തില്ലെന്ന് മനസ്സിലാവുന്ന നീതു ഒരു അറ്റകൈ പ്രയോഗം ചെയ്യുകയാണ്. നീതു പറയും ഞാൻ 2 മാസം ഗർഭിണിയാണെന്ന് പറയും. ഉടനെ നീതുവിൻ്റെ അമ്മയൊക്കെ ഞെട്ടും. ഗർഭിണിയോ? അതെ, ഹരീഷിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുകയാണ്, ഞാൻ 2 മാസം പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. ഇനി നിനക്കെന്നെ വിവാഹം കഴിക്കണോ എന്ന് നീതുവിനെ വിവാഹം കഴിക്കാൻ വന്ന ചെറുക്കൻ്റെ മുഖത്തൊക്കെ ചോദിക്കും. മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന എന്നെ തന്നെ നിനക്ക് വിവാഹം കഴിക്കണമെന്ന് ചോദിക്കും. ഉടനെ അഖിൽ പറയും ഇവള് ചുമ്മാ കള്ളം പറയുക, നീ അതൊന്നും കാര്യമൊക്കെ ഉണ്ട്, താലി കെട്ടാൻ പറയും. എങ്കിലൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഡോക്ടറെ വിളിച്ചുകൊണ്ടിരാൻ പറയും, നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകാം, ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം അത് കൺഫേം ചെയ്തിട്ട് വിവാഹം കഴിച്ചാൽ മതിയെന്ന് പറയും. ഉടനെ അഖിലിൻ്റെ കൂട്ടുകാരൻ പറയും ഒരു ഉറപ്പുമില്ലാതെ അവളങ്ങനെ പറയത്തില്ല, നീ എന്തിനാ എന്നെ ചതിക്കാൻ നോക്കിയെന്ന് പറയും. നീ മറ്റൊരുത്തിൻ്റെ കുഞ്ഞിനെ വയറ്റി ചുമക്കുന്ന നിൻ്റെ പെങ്ങളെ ഞാൻ വിവാഹം കഴിക്കണോ, എനിക്ക് അത്ര ഗതിയോടൊന്നും വന്നിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ താലിയൊക്കെ അവിടെ ഇട്ടിട്ട് അവനങ്ങ് പോവുകയാണ്. ആ സമയത്ത് എടി നീ കള്ളമല്ലയോ പറഞ്ഞത്, നീ അവനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നീ കള്ളം പറഞ്ഞില്ലയോ എന്ന് പറയും. ഉടനെ നീ ഇത് പറയാം അതെ കള്ളം പറഞ്ഞതാ, നീ എന്ത് കരുതി ചതിയിലൂടെ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ വിവാഹം കഴിപ്പിക്കാവുന്നു? നടക്കത്തില്ല, ഞാൻ ഹരീഷിൻ്റെ പെണ്ണാണ്, ഹരീഷിനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ, അതിനുവേണ്ടി എത്ര നാൾ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയാം. അങ്ങനെ എല്ലാവരും വെല്ലുവിളിച്ചിട്ട് നീതു തിരികെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.